നമ്മൾ പറഞ്ഞ രാജ്യങ്ങൾ എൻട്രി ആവുക എന്നുള്ളത് നമുക്ക് നിർബന്ധമാണ്. കാരണം തണുപ്പ് കൂടിക്കഴിഞ്ഞാൽ ബോർഡർ ക്ലോസ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഈ കോലത്തിലായി കിടക്കുന്നുണ്ട്, ആരും നോക്കാനുമില്ല, പറയാനുമില്ല. അങ്ങനെ നമ്മൾ കോട്ടൻ്റെ ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സിറ്റീൻ്റെ നടുവിൽ തന്നെ കേട്ടോ. ഇതാ ഇവരെ മെസഡോണിയൻ്റെ ഒരു ഡിസൈനാണിത്. മദർ തെരേസ ജനിച്ച സ്ഥലം എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ സ്ക്വയറിൻ്റെ അവിടെ തന്നെയാണ്. ഇതിലൂടെ നമ്മളിങ്ങനെ ആൾക്കാർ സർവീസ് നടത്തി ഫുഡ് സർവീസൊക്കെ ചെയ്യുന്ന ഒരു ഷിപ്പായിരുന്നു. അപ്പം അലക്സാണ്ടർ ദി ഗ്രേറ്റ് ഇവർ ശരിക്കും ഇവിടെയാണ് ജനിച്ചത്. എന്നാലും നമ്മൾ പരിശ്രമിക്കുക, എന്തായാലും ഈ ജനിച്ച സ്ഥലമാണ് ഈ കാണിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ മസഡോണിയയിലെ രണ്ടാമത്തെ ദിവസം എടുക്കാൻ കാരണം ഇവിടെ ഭയങ്കര മൈനസ് ആയതുകൊണ്ട് നമുക്ക് പകൽ തീരെ കിട്ടുന്നില്ല. 4 മണിയാകുമ്പോഴത്തേക്ക് ഇരുടാവുകയാണ്. ഇതിപ്പോൾ രാവിലെ 11 മണിയായിട്ട് പോലും നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുന്ന ഒരവസ്ഥയല്ല ഉള്ളത്. അപ്പോൾ 2 ദിവസമായി നമുക്കിപ്പോൾ. അപ്പോൾ നമ്മളിവിടെ കുറച്ച് മസഡോണിയൻ്റെ കുറച്ച് കാഴ്ചകളിലേക്ക് വരികയാണ്, സിറ്റി കാഴ്ചകൾ. എന്നിട്ട് നമുക്ക് കൊസോവോയിലേക്ക് പോകണം. കൊസോവോയിലേക്ക് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം ഇന്ത്യ അംഗീകരിക്കാത്തൊരു രാജ്യമാണ് ഈ കൊസോവോ. 2008 വന്ന ഒരു രാജ്യമാണ്. അപ്പോൾ ഇന്ത്യ അംഗീകരിക്കാത്തതുകൊണ്ട് തന്നെ അവിടേക്ക് ചില സമയങ്ങളിൽ ഇന്ത്യക്കാരെ കടത്തി വിടാറില്ല എന്ന് പറയുന്നുണ്ട്. ബോർഡറിൽ പ്രസിഡൻ്റ് എന്ന്. എന്തായാലും നമുക്ക് പോയി നോക്കണം, എങ്ങനെ ബസ് സർവീസ് ഉണ്ടോ എന്നുള്ളത് നോക്കട്ടെ. ഇതൊക്കെ ഇവിടുത്തെ പ്രധാന ഗവൺമെൻറ് ബിൽഡിങ്ങുകളാണ്. ഇവിടെ പുതിയ ബിൽഡിങ് വരുന്നുണ്ട്. ഇതേപോലെ ഇവിടെയൊക്കെ, അതായത് മെസഡോണിയ ടൂറിസ്റ്റുകൾക്ക് വളരെ ഡെവലപ്പായി വരുന്ന ഒരു രാജ്യമാണ്. പിന്നെ കണ്ടില്ല നിങ്ങൾ ഇതുപോലത്തെ സ്റ്റാച്യൂകൾ. ഇവിടെ ഇതിൻ്റെ പേരിലൊരു കഥ ഉണ്ട്. ഇവിടെ സ്റ്റാച്യൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ ശേഷം ഉള്ള ഗവൺമെൻറ് ഒരുപാട് അഴിമതി നടത്തി അവരെ ഇവിടെ നാട്ടുകാർ ഓടിച്ചെന്നാണ് പറയുന്നത്. പക്ഷേ സ്റ്റാച്യൂ അടിപൊളി സ്റ്റാച്യൂകളാണ്. ഇതേപോലുള്ള പാലങ്ങൾ, ഇഷ്ടം പോലെ പാലങ്ങൾ. ഇത് ഏകദേശം നമുക്ക് ലണ്ടനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ ഓരോരോ ഇതുകളും കേട്ടോ. ഇതെൻ്റെ നൂറാ നദിയോ അങ്ങനത്തെ ഒരു നദിയാണ്. ഇതിവിടെ വളരെ ഫേമസ് ആണ്. 200 ചില്ലാനും കിലോമീറ്റർ പോകുന്നൊരു നദിയാണ് ഇത്. നമ്മൾ ഇതിലൂടെ ഗ്രീസിലൂടെ കടന്നു പോകുന്ന ഒരു നദിയാണ് കേട്ടോ. കണ്ടില്ല സ്തൂപങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ കണ്ടില്ല. കുറേ പാലങ്ങളുണ്ട്, അപ്പുറമൊക്കെ പാലങ്ങളുണ്ട്. അതിലൂടെ പാലങ്ങൾ ബസ് കടന്നു പോകുന്നു. അങ്ങനെ ഇത് പഴയ കാലത്തുള്ളതാട്ടോ. ഇതെനിക്ക് തോന്നുന്നു ഓട്ടോമൻ്റെ കാലങ്ങളിലിട്ടുള്ള ഒരു പാലമായിരിക്കും. അങ്ങനെയാണ് ഇതിനെ നോക്കിയാൽ മനസ്സിലാകുന്നത്. ഇത് കണ്ടില്ലേ, ഇത് പാർലമെൻറ്റ് ആണ് കേട്ടോ. ഇതാണ് വരെ പാർലമെൻറ്റിൻ്റെ കണ്ടില്ലേ, കൊടി കണ്ടില്ലേ. അപ്പം അടിപൊളി കാഴ്ചകളാണ് മെസഡോണിയയിൽ കാണാനുള്ളത്. ബട്ട് -ഡിഗ്രി ആയതുകൊണ്ട് എടുക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. ഇത് യുഗോസ്ലാവിയൻ്റെ കാലത്തുള്ളൊരു ഷിപ്പായിരുന്നു കേട്ടോ. ഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലൂടെ ഇങ്ങനെ ആൾക്കാർ സർവീസ് നടത്തി ഫുഡ് സർവീസൊക്കെ ചെയ്യുന്ന ഒരു ഷിപ്പായിരുന്നു. അന്ന് വന്ന് താന്നതിന് ശേഷം പിന്നെ അതിനെ സ്റ്റോപ്പ് ചെയ്ത് കാലിൽ നിർത്തിയിട്ട് ഇപ്പോൾ വർക്കാവുന്നില്ല കേട്ടോ. ആ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയതാണ്, ഇപ്പോൾ അത് വർക്കാവുന്നില്ല. പാർലമെൻറ്റിൻ്റെ നേരെ മുന്നിൽ തന്നെ ആയിരുന്നുണ്ട്. ശരിക്കും നമ്മളെ പഴയ ബോംബെ ബസ്സിനെ തന്നെ ഓർമ്മിക്കില്ലേ. ശരിക്കും ഇത് ലണ്ടനെ കോപ്പി ചെയ്താണ് ഇവർ. എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പാലവും ഈ ബസ്സും എല്ലാം കൂടി കാണുമ്പം ഇവർ ശരിക്കും ലണ്ടൻ്റെ രീതിയിലേക്ക് ഈ സിറ്റീനെ കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കേട്ടോ. ഈ നദിക്കരങ്ങൾ നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾക്ക് ഇത് ലണ്ടൻ്റെ അതേ മെയിൻ്റനൻസിലാണ് വരുന്നത് എന്നുള്ളത്. കുറേ പാലങ്ങളായിട്ടും ആൾക്കാർക്ക് നടക്കാനുള്ള, സൈക്കിളിന് പോകാനുള്ള, എക്സസൈസ് ചെയ്യാനുള്ള, പിന്നെ അതേപോലെ ഇതുപോലെ കഫറ്റീരിയകൾ, നമ്മൾ ഫുഡ് കോർട്ടുകളായിട്ടുള്ളത്, അങ്ങനെ വേണ്ട എല്ലാ രീതിയിലും മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതൊരു ലണ്ടൻ സ്റ്റൈലിലേക്ക് ഇതിനെ കൊണ്ടുവരുന്നതാണ്. ഈ നദി ഇവരെ സിറ്റീൻ്റെ 2 ഭാഗവും സിറ്റികളാണ്. ഈ നദിയാണ് അതിൻ്റെ നടുവിലൂടെ ഇതിനെ ഒരു ഭംഗിയാക്കി മാറ്റുന്നത്. സ്കോപ്ജെ സിറ്റി ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുക എന്നുള്ളതിൻ്റെ തെളിവാണ് കേട്ടോ ഈ വലിയ അടിപൊളി ബിൽഡിങ് വരുന്നത്. അപ്പം മെസഡോണിയൻ്റെ ചരിത്രങ്ങൾ ഗ്രീസുമായിട്ട് ഇവർക്ക് ഭയങ്കര ശത്രുത ഉണ്ടായിരുന്നു. കാരണം മെസഡോണിയ എന്ന് പറയുന്നത് കുറച്ച് ഗ്രീസിലും ഉള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ വെറും മെസഡോണിയ എന്ന് പറഞ്ഞ രാജ്യത്തിന് പേരിട്ടപ്പം ഗ്രീസ് വരെ ബ്ലോക്ക് ചെയ്ത് ഇഷ്യൂ ഒക്കെ ആയി. അങ്ങനെയാണ് ഇവർ നോർത്ത് മെസഡോണിയ എന്നുള്ള പേരിടാൻ കാരണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം അലക്സാണ്ടർ ദി ഗ്രേറ്റ് ഇവർ ശരിക്കും ഇവിടെയാണ് ജനിച്ചത്. പക്ഷെ അത് നമ്മളൊക്കെ അറിയപ്പെട്ടത് ഗ്രീസിൻ്റെ അണ്ടറിലായതുകൊണ്ട് ഇന്നും ഗ്രീസ് അതിൻ്റെ അവകാശം പറയുന്നുണ്ട്. നമ്മളെ മദർ തെരേസൻ്റെ കഥ പോലെ മദർ തെരേസ ശരിക്കും ജനിച്ചത് ഇവിടെയാണ്. പക്ഷേ അൽബേനിയൻ ഫാമിലി ആയതുകൊണ്ട്, അൽബേനിയൻ എന്നുള്ള ആൾക്കാരായതുകൊണ്ട് അൽബേനിയക്കാരും മദർ തെരേസൻ്റെ അവകാശം പറയുന്നുണ്ട് കേട്ടോ. ഇതേപോലെ വലിയ മാളുകളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ബിൽഡിങ്ങുകൾ കണ്ടില്ലേ, എല്ലാം അടിപൊളിയായിട്ടാണ് വരുന്നത്. പുതിയ ടൈപ്പിലാണ് വരുന്നത്. ഐസ് കണ്ടില്ലേ, -7 ഇപ്പോൾ കാണിക്കുന്നത്.
ഡിഗ്രി. ആൾക്കാർ ഇന്നും പുറത്ത് കുറവാന്ന് തോന്നുന്നു. നാളെ കൊസോവോയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വിടുമോയെന്ന് അറിയില്ല. കാരണം തണുപ്പ് കൂടിക്കഴിഞ്ഞാൽ ബോർഡർ ക്ലോസ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യ കൊസോവോനെ അംഗീകരിക്കാത്തത് കൊണ്ട് തന്നെ സെർബിയയായിട്ട് ഇവരിപ്പോഴും ഇഷ്യൂ ഉള്ളതാണ്. UN മാത്രം അംഗീകരിച്ച് UN തന്നെ റഷ്യ, ചൈന അങ്ങനെ ഏതൊക്കെയോ രാജ്യങ്ങൾ അംഗീകരിച്ചിട്ടില്ല അവരെ. അപ്പോൾ കൊസോവോനെ അംഗീകരിച്ചില്ല. ഇവിടെ 95% മുസ്ലിങ്ങളാട്ടോ, അൽബേനിയൻ മുസ്ലിങ്ങളാണ് കൊസോവോയിലുള്ളത്. അപ്പോൾ അവിടേക്ക് പോകുകയെന്ന് പറഞ്ഞാൽ കുറച്ച് വലിയൊരു ടാസ്ക്കാണ്. പോയി കഴിഞ്ഞാൽ അവിടുന്ന് തിരിച്ച് വേറെ വഴിക്ക് പോകാനും പിടിക്കാനൊക്കെ പ്രശ്നങ്ങളുണ്ട്. എന്നാലും നമ്മൾ പരിശ്രമിക്കും. എന്തായാലും നമ്മൾ പറഞ്ഞ രാജ്യങ്ങൾ എൻട്രി ആവുക എന്നുള്ളത് നമുക്ക് നിർബന്ധമാണ്. അങ്ങനെയുള്ള പരിശ്രമത്തിലാണ്. അപ്പോൾ അതിൻ്റെ ബസ്സിനുള്ള ബുക്കിങ്ങിനാണ് ഇപ്പോൾ ഞാൻ പോകുന്നത്. ഇവിടെ ട്രെയിനിൻ്റെ സ്റ്റേഷനും ഇതൊക്കെ കാണുന്നുണ്ട്, പക്ഷേ ട്രെയിൻ സർവീസ് കാണുന്നില്ല. കാരണം മഞ്ഞ് കാലത്ത് ഇവർ ട്രെയിൻ സർവീസ് നടത്താറില്ല എന്ന് തോന്നുന്നു. അപ്പോൾ സിറ്റീൻ്റെ ഒരു മെയിൻ ഭാഗമാണ് കേട്ടോ, ഇത് സ്റ്റേഷനാണ്. അവിടെ കുറച്ച് ട്രെയിനുകളൊക്കെ നിർത്തിയിട്ട് കാണുന്നുണ്ട്. ഒന്നെങ്കിൽ ലഗേജ് പോകുന്നതോ അല്ലെങ്കിൽ മഞ്ഞ് കാലത്ത് പല സർവീസുകളും നിർത്തി വെക്കുന്ന കൂട്ടത്തിൽ ഇതും കൂടി നിർത്തി വെച്ചിട്ടുണ്ടാവും എന്നാണ് മനസ്സിലാവുന്നത്. ഇത് ബസ് സ്റ്റേഷനാണ്. ഇവിടെ നമ്മൾ നാളത്തേക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ നമ്മളെ സംഭവം എന്താണ്, ഇവിടെ നിന്നിട്ട് കൊസോവോ പ്രിസ്റ്റാന എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ടിക്കറ്റ് ഇവിടെ കൗണ്ടർ ഇതാണ് കൗണ്ടറുകൾ. ഈ കൗണ്ടറിൽ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള പരിപാടിയിലാണ്. ഏതോ പഴയ കിലാടിയാണ്, അലക്സാണ്ടർ ദ ഗ്രേറ്റിൻ്റെ ഫാദറാണെന്ന് സംശയമുണ്ട്. ആളെ സ്റ്റാച്ചു ഇവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ട്, പക്ഷേ ഇവിടെ എഴുതി വെച്ചതിലൊന്നും മനസ്സിലാകാത്തതുകൊണ്ടൊന്നും പറയാൻ പറ്റുന്നില്ല. അങ്ങനെ നമ്മളിവിടെ ഫുഡ് കോർട്ടിൻ്റെ ഭാഗത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് വരെ വാക്കിംഗ് സ്ട്രീറ്റ്. ഇവിടെ എവിടെ സ്ട്രീറ്റിൽ നമ്മൾ പോയാലും ഇതേപോലത്തെ സ്റ്റാച്ചുകൾ വെച്ചിട്ട് പിരിവ് വാങ്ങുന്നതും ചെരുപ്പ് തുടയ്ക്കുന്നതും ഒക്കെയുള്ള രീതിയിലുള്ള സ്റ്റാച്ചുകളാണ്. ഇത് വളരെ ഒരു പ്രത്യേകത, മസഡോണിയൻ്റെ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയ ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് ഈ സ്റ്റാച്യുവിൻ്റെ കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് അവിടെ അഴിമതി നടന്നതെന്ന് പറയുന്നതും. അങ്ങനെ ഇനി നമ്മൾ പോകുന്നത് മദർ തെരേസ മെമ്മോറിയൽ ഹൗസിലേക്കാട്ടോ. അതായത് മദർ തെരേസ ജനിച്ച സ്ഥലം എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ സ്ക്വയറിൻ്റെ അവിടെ തന്നെയാണ്. ഇതൊരു ഭൂകമ്പ കാലഘട്ടത്തിൽ, ഇതിനു മുമ്പ് ഭൂകമ്പം ഉണ്ടായ സമയത്ത് നശിച്ചു പോയതിന് വീണ്ടും ഇവർ പുനർനിർമ്മിക്കപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ സ്ട്രീറ്റ് ഇങ്ങനെ സ്ട്രെയിറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ കൂടെ ക്രോസ് ചെയ്ത് ഇങ്ങനെ വാഹനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ഈ സ്ട്രീറ്റിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് അലക്സാണ്ടർ ദ ഗ്രേറ്റിൻ്റെതാണ്. അപ്പോൾ എവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഈ സ്റ്റാച്ചു, അലക്സാണ്ടർ ദ ഗ്രേറ്റിൻ്റെ സ്റ്റാച്ചു ഇങ്ങനെ അടിപൊളിയായിട്ട് കാണാൻ പറ്റും, വലിയ ഹൈറ്റിൽ. അവിടെയാണ് ഇവരെ അലക്സാണ്ടർ ദ ഗ്രേറ്റിനെ റെസ്പെക്റ്റ് ചെയ്തിട്ട് ഉണ്ടാക്കിയ സ്റ്റാച്ചുവിൻ്റെ പ്രത്യേകതകൾ. ഇതാണ് മദർ തെരേസൻ്റെ സ്റ്റാച്ചു, മജ്ക തെപ്പേസ. 1910 ജനിച്ചു. 1997 നമ്മളെ ഇന്ത്യയിൽ നിന്നാണ് മരിച്ചത്. മദർ തെരേസനെ നമ്മളെ ഇന്ത്യ ഭയങ്കര റെസ്പെക്റ്റ് ചെയ്യുന്നതാണ്. ഇവിടെയാണ് ജനിച്ച സ്ഥലം. ഈ ജനിച്ച സ്ഥലമാണ് ഈ കാണിക്കുന്നത് കേട്ടോ. അതിന് അന്ന് ഉണ്ടായിരുന്ന ഒരു വീടിൻ്റെ ഗേറ്റ് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചരിത്രങ്ങൾ, മദർ തെരേസൻ്റെ ചരിത്രങ്ങൾ ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട്. അവിടെ ഒരു സ്റ്റാച്യു കൂടിയുണ്ട്. സംഭവം വലിയൊരു വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതായിട്ട് തോന്നുന്നില്ല. ഇവിടെ താഴോട്ട് എന്തോ ഇറങ്ങാനൊക്കെ ഉണ്ട്. നമുക്ക് നോക്കി നോക്കാം എന്താണ് ഇവിടുത്തെ സെറ്റപ്പ് എന്നുള്ളതൊന്ന് കാണാം കേട്ടോ. ഇതിന് മുകളിലേക്ക് ഇവിടെ ഒരു ലിഫ്റ്റൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ കൺട്രോൾ ചെയ്യാൻ ആൾക്കാർ കാണാനൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാർ കാണാനൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നില്ല. ഇതിനെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നമുക്ക് ഇതിൻ്റെ മുകളിലൊന്ന് കയറി നോക്കാം. ഹായ്, ഇതിൻ്റെ ഉള്ളിൽ തെരേസൻ്റെ ഒരു സ്റ്റാച്ചു ഉണ്ട് കേട്ടോ. ഇതവിടെ തെരേസൻ്റെ കുറേ ചരിത്രങ്ങളുണ്ട്, ഓരോരോ കാലഘട്ടത്തിലെ ഫോട്ടോകളുണ്ട് ഇവിടെ. അപ്പോൾ മദർ തെരേസൻ്റെ ഇവിടെ നിന്ന് നമ്മൾ തിരിച്ചു പോരുകയാണ്. ഇവിടെ ക്ലീനിങ്ങിൻ്റെ ടൈമാണ് കേട്ടോ. ക്ലീനിങ്ങിൻ്റെ ടൈമിന് ഓരോ ബാക്കോട്ട് വെക്കാൻ പറഞ്ഞാണ്. ഇവിടുത്തെ പഴയ ഫോട്ടോസുകളും മദർ തെരേസൻ്റെ കുറേ ഫോട്ടോസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളെ ഹോസ്റ്റലിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് കേട്ടോ. കണ്ടില്ലേ, അവിടെ ഒരു പള്ളി, ഇവിടെ തൊട്ടടുത്തൊരു പള്ളിയുണ്ട്, പിന്നെ അപ്പുറം പള്ളികളുടെ കളി തന്നെ. പുറത്തിറങ്ങാൻ ഭയങ്കര തണുപ്പ്. പുറത്തുനിന്നൊന്നും ഇങ്ങോട്ട് കയറിയതാണ്. ഏതെങ്കിലും പള്ളികളിലൊക്കെ ഒന്ന് കയറണം നമുക്ക്. നമ്മളെ ഹോസ്റ്റലിൽ നമുക്ക് പുറത്തേക്ക് ഉള്ള വ്യൂവിനുള്ള സ്ഥലം കേട്ടോ. തുറന്നിട്ടിട്ട് ഇവിടേക്ക് വരാനും കഴിയില്ല. ഇവിടുന്ന് ഇപ്പം നമ്മൾ കാണുന്ന കാഴ്ചയിൽ കണ്ടില്ല നിങ്ങൾ, ലോങ് വ്യൂ ആണിത്. ഇതാണ് നമ്മളെ മസഡോണിയയിലെ കാഴ്ചകൾ.
ഇവിടെ ഉച്ചക്ക് 2 മണിയാണ് ഇപ്പോൾ ആയത്. 2 മണിക്ക് തണുപ്പ് കൊണ്ട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവുകയാണ്. ഇവിടെ പള്ളി ഉളു എടുക്കാനുള്ള സ്ഥലം കേട്ടോ, പള്ളീൻ്റെ ഉളു എടുക്കുന്ന സ്ഥലമാണ്. ഇവിടെ പള്ളിയിൽ ഇവിടെ പള്ളീൻ്റെ ഇത് അടിച്ചിട്ടിട്ടുണ്ട്. നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങുന്ന ആൾക്കാരിതാണ്. ഓരോരോ ചരിത്രങ്ങളിലുള്ള പഴയ ഓട്ടോമൻ്റെ കാലത്തുള്ള പള്ളികളാണ് ഇത് കാണുന്നത്. ഒറ്റ മീനാരേ ഉള്ളൂ. ഇതൊക്കെ മാർക്കറ്റിൻ്റെ അകത്ത് തന്നെ കേട്ടോ, ഫുള്ള് മാർക്കറ്റിൻ്റെ അകത്താണ്. ആൾക്കാർ ഒറ്റയും തെറ്റിയ ആൾക്കാർ ഇതേപോലെ തണുപ്പുള്ളത് കൊണ്ട് സംസാരിക്കാനും കിട്ടുന്നില്ല, ആൾക്കാരെ ഒന്നിനും കിട്ടുന്നില്ല. ഇതാണ് ഇവിടുത്തെ മൊത്തത്തിലെ മാർക്കറ്റിലെ അവസ്ഥ. ഇത് ജുല്ലീസ് മെയിനി എന്ന് പറഞ്ഞ ഒരു നല്ലൊരു രസമുണ്ടല്ലേ, നല്ലൊരു ഇത് ഫുള്ള് ബന്ധാക്കിയിട്ടിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കയറുകയാണ് വേണ്ടി. ഇത് ഓരോന്നും കഫേ കേട്ടോ, ഫുള്ള് കഫേകളാണ്. ഇത് ശരിക്കും ഓട്ടോമിൻ്റെ കാലത്തുള്ള ആ തുർക്കിഷ് സ്റ്റൈലിലുള്ളത് തന്നെയാണ് ഇവിടെ. ഈ അൽബേനിയക്കാർ ഫുൾ അതിനെ ഫോളോ ചെയ്യുന്ന ആൾ. ഇതൊരു വലിയ മാർക്കറ്റ് തന്നെയാണ്. ഇവിടെ ഗോൾഡിന് ഒരു പ്രിയം കാണുന്നുണ്ട്. കുറേ ഷോപ്പുകളൊക്കെ കാണുന്നുണ്ട്, സിൽവർ ഗോൾഡൊക്കെ. അതൊരു ഗോൾഡിൻ്റെ സൂക്ക് തന്നെയാണ് കേട്ടോ, ഒരു ഗോൾഡ് സൂക്ക് തന്നെയാണ്. ഷോപ്പുകൾ കാര്യങ്ങൾ ഇവിടെ ഫുള്ള് ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. ഇതിൽ സിൽവറും ഉണ്ട്. ഗോൾഡ് വാങ്ങാനൊക്കെ ഒറിജിനൽ ഗോൾഡാണോ എന്ന് അറിയില്ല, ആൾക്കാർ വരുന്നുണ്ട്. നല്ലൊരു മാർക്കറ്റാണ്, നല്ല അടിപൊളി ഒരു മാർക്കറ്റാണ് കാണുന്നത്. പക്ഷേ ഇവിടുത്തെ കല്ലുകളൊക്കെ കണ്ടങ്ങൾ എത്രയോ വർഷങ്ങൾക്ക് ഇതൊന്നും തേഞ്ഞു പോകാമെന്നല്ലാതെ ഒന്നും പറ്റൂല, പൊട്ടുക കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഇതൊരു ജ്വല്ലറി സ്ട്രീറ്റ് തന്നെയാണ് കേട്ടോ ശരിക്കും. പക്ഷെ ഇവിടെ കാണാൻ കഴിയുന്ന അധികവും മുസ്ലിങ്ങളെ തന്നെയാണ്. ഫുള്ള് ഇതാ ജ്വല്ലറികൾ, ചെറിയ ചെറിയ ജ്വല്ലറികളുണ്ട് കേട്ടോ, ചെറിയ ചെറിയ വളരെ ചെറുത് നമ്മളെ. പക്ഷേ ഡിസ്പ്ലേ അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് പുറത്തേക്ക്. അതിൻ്റെ ഇടയിൽ ഇതേപോലെ കോഫി ഷോപ്സുകളുണ്ട്. അപ്പുറത്തേക്കൊക്കെ ജ്വല്ലറീൻ്റെ ഒരു ലോകം തന്നെയാണ്. ഇത് നല്ലോണം ജ്വല്ലറി കാണുന്നുണ്ട് ഇവിടെ ഫുള്ള്. നമുക്ക് ഈ ഭാഗത്തൊക്കെ ഒന്ന് പോയി നോക്കാം. ഇവിടെ ഡ്രസ്സുകൾ, ഇതുപോലത്തെ കല്യാണ ഡ്രസ്സുകൾ പോലത്തെ അടിപൊളി ഡ്രസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതവിടെ ഒരു വൈറ്റ് ഡ്രസ്സിൻ്റെ സ്ഥലമാണ്. ഇത് പാത്രങ്ങൾ, നമ്മൾ ആ ചെമ്പിൻ്റെ കളറുള്ള പാത്രങ്ങൾ കേട്ടോ, ശരിക്കും ഇവരെ ട്രഡീഷണലായിട്ടുള്ള. ഹലോ, ഇത് ഇവരെ മാറ്റുകൾ, തണുപ്പിൻ്റെ ഡ്രസ്സുകളും കാര്യങ്ങളുമാണ്. ഫുള്ള് ഡ്രസ്സ്, കോട്ട്, ഇതേപോലത്തെ സംഗതികൾ. ഇതുണ്ടല്ലോ ഇവരെ പഴയ ട്രഡീഷണൽ പാത്രങ്ങളൊക്കെ വിൽക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഇതിൻ്റെ ആളാണ് തോന്നുന്നു പുതിയ. ഇവിടെ ഇവർക്ക് ഇതേപോലെ ഇത് തണുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇവരെ ട്രഡീഷണലായിട്ടുള്ള ഇതാണ്. മെസഡോണിയക്കാരെ ഡ്രസ്സും കാര്യങ്ങളും. ഇത് കോഫി, നിങ്ങൾ കണ്ടില്ല എല്ലാ സ്ഥലത്തും കോഫി ഷോപ്പിലുണ്ടാകുന്ന സാധനങ്ങളും അതിൻ്റെ പാത്രങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ. ഇതാ ഇവരെ മെസഡോണിയൻ്റെ ഒരു ഡിസൈനാണിത് ഇവർക്കുള്ള. ഇത് ഡ്രസ്സിൻ്റെ ഡിസൈനും കൂടിയാണ് കേട്ടോ. ഇത് മുകളിലുള്ളതും അതേപോലത്തെയാണ്, കണ്ടില്ലേ. ഇതുവരെ മാറ്റാണ്. ഇവിടുത്തെ കാർപ്പറ്റുകൾ അടിപൊളി കാർപ്പറ്റുകളാണ്. ഒരു തുർക്കിഷ് ടച്ചിൽ, ഇവരെ മെസഡോണിയൻ ടച്ചിലാണ്. ഇത് അതുവരെ തൊപ്പി കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, കുട്ടികൾക്കുള്ള തൊപ്പി കാര്യങ്ങൾ, അങ്ങനത്തെ എല്ലാ സംഗതികളും ഒക്കെ തണുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള വരെ എല്ലാ സാധനങ്ങളും കേട്ടോ. ഇത് ശരിക്കും വലിയൊരു മാർക്കറ്റാണ്. കുറേ സ്ട്രീറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് ഒരുപാട് സ്ട്രീറ്റുകളും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അടിപൊളി ഡ്രസ്സുകളും ഇതാ, ഒന്നിനൊന്ന് ഫ്രീ അങ്ങനെ ഉണ്ട്. പിന്നെ ഇതാ ഇതൊരു അടിപൊളി ബിൽഡിംഗ്, ഒന്ന് ഒറ്റ ബിൽഡിങ്ങാണ് കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് കണ്ടത് ഹംസ ഡോണർ ഒക്കെ മുസ്ലിം നെയിമുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കാണുന്നുണ്ട് ഇവിടുത്തെ ഓരോ കാര്യങ്ങളും കേട്ടോ. നമ്മൾ വേറൊരു മാർക്കറ്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ആൾക്കാരുണ്ട് കേട്ടോ. സംഭവം തണുപ്പാണെങ്കിലും അത്യാവശ്യം ആൾക്കാരും ഇവിടെ കാണുന്നുണ്ട്. ഇത് അർമേനിയൻ്റെ കൊടിയും അർമേനിയൻ്റെ ടീഷർട്ടും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട്. കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ അർമേനിയക്കാരാണല്ലോ, 25%. അപ്പോൾ അവർക്കുള്ളതാണത്. പിന്നെ ചോക്ലേറ്റിൻ്റെ സ്ഥലങ്ങൾ, വിറച്ചിട്ട് കൈ വിറച്ചു പോകുന്നു, ഫോണ് പിടിച്ച് നിൽക്കാൻ പറ്റുന്നില്ല. ഇവിടെ ഇപ്പം ഇവരെ ബാക്കിയുള്ള സംഗതികൾ, ഇത് മാർക്കറ്റിലേക്കുള്ള ഒരു എൻട്രൻസിൻ്റെ ഭാഗമാണ്.
ഇതൊക്കെ 500 വർഷങ്ങൾക്ക് മുൻപുള്ള ഓട്ടോമൻ്റെ കാലത്തുള്ള സ്ഥലങ്ങളാണ് ഇവർ നന്നാക്കി മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടെ എവിടെയും വെള്ളം ഉണ്ടാവും കേട്ടോ. നമുക്ക് ഇതേപോലെ വെള്ളങ്ങൾ കുടിക്കാൻ കഴിയും. എല്ലാ സ്ഥലത്തും ഇതിങ്ങനെ ഓപ്പണായിട്ട് വന്നുകൊണ്ടേയിരിക്കും. വെള്ളത്തിന് ഡിമാൻഡില്ല, കുടിക്കാൻ പറ്റുന്ന വെള്ളവും കൂടിയാണ് കേട്ടോ. ഇവിടെ ഇതേപോലത്തെ സ്ട്രീറ്റ് നമുക്ക് പാവങ്ങളായിട്ട് തോന്നും. നമ്മളവിടുത്തെ ബോംബെയിലും ചെന്നൈയിലൊക്കെ ഉള്ള ഇറ്റാലിയുള്ള സ്ട്രീറ്റ്, ബാംഗ്ലൂരൊക്കെ ഉള്ള പോലത്തെ സ്ട്രീറ്റായിട്ടാണ് ഇത് കാണാൻ കഴിയുന്നത് കേട്ടോ. ഇവിടുത്തെ കാറുകളൊക്കെ കണ്ടില്ല ഞങ്ങൾ, ഒക്കെ സാധാരണ വണ്ടികളാട്ടോ. ഇവിടെ ഡെവലപ്പ് ആകുന്നതെന്നല്ലാതെ നമ്മളെ നാട്ടിലെ പോലെ വലിയ ലക്ഷറി വണ്ടികളൊക്കെ വളരെ ദുർലഭമാണ് കാണുന്നത്. അവിടെ സോളാറൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. സോളാർ എന്തിനു വെച്ചാന്ന് അറിയില്ല. ഇവർക്ക് ഇവിടുന്ന് സൂര്യപ്രകാശം കിട്ടുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ആകെ 4 മാസമൊക്കെ ആയിരിക്കും ഇവർക്ക് കിട്ടുന്നുണ്ടാവുക. ഒരു സാധാരണ രീതിയിലുള്ള ഒരു ഡ്രൈ ആയിട്ടുള്ള, നമ്മൾ കാശ്മീരിലും ഇവിടെയൊക്കെ പോകുമ്പോൾ തണുപ്പ് സ്ഥലങ്ങളിൽ ഊട്ടിയിലൊക്കെ എത്തുമ്പോൾ ഉണ്ടാകുന്ന അതേ തന്നെ കേട്ടോ. ഈ ഐസ് ഒലിച്ചിട്ട് ഡ്രൈ ആവുന്ന ഒരവസ്ഥ കൊണ്ടാണിത്. ഇവിടെ കണ്ടില്ലേ നിങ്ങൾ, കോട്ടിൻ്റെ അത്രയും വലിയ കോട്ടും ഇതൊക്കെ ഇട്ടിട്ടാണ് ആൾക്കാർ ഇവിടെ നിൽക്കുന്നത്. ഇല്ലാതെ അവർക്ക് പുറത്ത് നിൽക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. പക്ഷേ അത്യാവശ്യമുള്ള കാര്യങ്ങൾക്കൊക്കെ ആൾക്കാർ പുറത്തിറങ്ങുന്നതും ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഷൂസിന് ഡ്രസ്സിനുമാണ് ഇവിടെ ഏറ്റവും സംഗതികൾ, ഷോപ്പുകൾ ഞാൻ കണ്ടത് കേട്ടോ. ഷൂസും ഡ്രസ്സും അത്രയും. ഇതിനു വേണ്ടി തന്നെ ഇവർക്ക് നല്ല പൈസ ചിലവഴിക്കേണ്ടി വരും. ഇവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റാണ്. അപ്പോൾ അതൊന്ന് നോക്കി നോക്കാം. അതൊക്കെ ഇപ്പം 1-2 മണിക്കൂർ കൊണ്ട് പൂട്ടും കേട്ടോ. അതുവരെയുള്ള സമയം ഇതിനെ കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഒന്ന് നമുക്ക് കയറി നോക്കാം. ഇത് പുറത്തേക്ക് ഇറങ്ങുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു കേട്ടോ. അകത്തേക്ക് കയറുന്നത് ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ വന്നതാണ്. സൂപ്പർ മാർക്കറ്റിലെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ കഴിയുന്നതിന് ഒരു കണക്കുണ്ട്. നമുക്ക് പറ്റിയ സാധനങ്ങളില്ല. പിന്നെ ബ്രെഡ് വാങ്ങിച്ചിട്ടുണ്ട്. ബ്രെഡ് നമുക്ക് കോഴിമുട്ടയും ഹോസ്റ്റലിൽ നിന്ന് റെഡിയാക്കിയാൽ നമുക്ക് കഴിക്കാൻ പറ്റും. ഇവിടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ നമ്മൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ഫോട്ടോ എടുക്കാൻ സമ്മതിക്കില്ല കേട്ടോ. വീഡിയോ എടുക്കാനൊന്നും സമ്മതിക്കില്ല, എടുക്കാൻ പാടില്ല എന്നിട്ട് ഒരു സ്ട്രിക്റ്റാണ് അത്. പൊതുവേ ഞാൻ കുറച്ചൊക്കെ അൽബേനിയയിലും കണ്ടിട്ടുണ്ട്. ചില ആൾക്കാർ മാത്രമേ വ്യത്യാസമുള്ളൂ. പല ആൾക്കാരും എടുക്കാൻ പറ്റില്ല, പല സ്ഥാപനങ്ങളും എടുക്കാനും സമ്മതിക്കില്ല. അപ്പോൾ ഞാനൊരു ബന്ന് വാങ്ങിച്ചാണ് നമുക്ക് കോഴിമുട്ടയും സലാഡും ആക്കിയിട്ട് രാത്രിയിൽ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് 38 രൂപ കേട്ടോ. 38 റുപ്യാണ് ആയത് ആ ബന്ന് വാങ്ങിക്കാൻ. അപ്പോൾ സിറ്റീൻ്റെ ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ കടന്ന് പോവുകയാണ് നമ്മൾ. ഇത് വട്ടാൻമെൻറ്റ് ക്ലിനിക് മെഡിക്കൽ ക്ലിനിക്കാണ് കേട്ടോ. ഇതൊരു ക്ലിനിക്കാണ്. അങ്ങനെ നമ്മൾ ചുറ്റിക്കറങ്ങാണ്. എവിടെ നോക്കിയാലും സ്റ്റാച്ചുകൾ കണ്ടില്ല നിങ്ങൾ. ഒരു സാധാ ബിൽഡിങ്ങിന് പോലും ഒരു ഭരണാധികാരിൻ്റെ 1878 മുതൽ 1933 വരെയുള്ള ആളാണ് കേട്ടോ. മൂപ്പരാൾ ഇതുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ സിറ്റീൻ്റെ കാഴ്ചകളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്കോപ്ജെ എന്നാണ് കേട്ടോ. സ്കോപ്പേ എന്നൊക്കെ ആൾക്കാർ പറയുന്നത് കേൾക്കാം. പക്ഷേ സ്കോപ്ജെ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. JE കൂടി ഉണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ. നമ്മൾ ഈ കോഫി ഷോപ്സിനും റെസ്റ്റോറൻറ്റും തന്നെയാണ് എവിടെ നോക്കിയാലും അതിൻ്റേതായ ആൾക്കാരുള്ളതും ഉപയോഗിക്കുന്നതൊക്കെ കാണുന്നു കേട്ടോ. ഓട്ടോമൻ്റെ കാലഘട്ടത്തിലുള്ള ഒരു ഇതാണ്, സ്ട്രീറ്റിൻ്റെതാണ്, അല്ല ഒരു കോട്ടൻ്റെ. നമുക്ക് അങ്ങോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം. അങ്ങനെ നമ്മൾ കോട്ടൻ്റെ ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സിറ്റീൻ്റെ നടുവിൽ തന്നെ കേട്ടോ. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഈ മലമുകളിൽ ഇവർ പണ്ട് ഇവിടുത്തെ ഭരണകേന്ദ്രം നിയന്ത്രിച്ചിരുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്കുള്ള എൻട്രൻസ് എവിടെയാണെന്നൊന്ന് പോയി നോക്കാം. ഓട്ടോമൻ ഭരണകാലത്ത് റോമ കാലഘട്ടത്തിലൊക്കെ നിയന്ത്രിച്ച സ്ഥലങ്ങളാണ് കേട്ടോ. കല്ലിൻ്റെ കോട്ടകൾ കണ്ടില്ലെങ്കിൽ ചെറിയ പീസ് കല്ലുകൾ, പാറൻ്റെ കല്ലുകൾ വെച്ച് അടക്കി ഉണ്ടാക്കിയതാണ്. കിലോമീറ്റർ കണക്കിനാണ് ഇതിൻ്റെ ഇതുള്ളത്. ഇതിൻ്റെ ഉള്ളോട്ട് കയറാൻ പറ്റുകയാണ് നമുക്ക് കയറണം. ഇവിടെ ഇതുപോലത്തെ ബോർഡുകളുണ്ട്, നമ്മുടെ നാട്ടിലെ ടൂറിസ്റ്റ് പ്ലേസുകൾക്കൊക്കെ വെക്കുന്നത് പോലെ തന്നെ. ഇവിടെ ഒന്നും ഒരു ജനവുമില്ല. പഴയ കോട്ട, പഴയ രാജാക്കന്മാരിട്ട് വെച്ച് പോയത് അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇവിടുത്തെ സ്ഥലം കണ്ടില്ല നിങ്ങൾ. ഐസ് വീണിട്ട് ഈ കോലത്തിലായി കിടക്കുന്നുണ്ട്. ആരും നോക്കാനുമില്ല, പറയാനുമില്ല, ഒന്നിനുമില്ല കേട്ടോ. മസഡോണിയൻ്റെ ഒരു വലിയ കൊടി ഇവിടെ നിൽക്കുന്നത് കാണുന്നുണ്ട് ഇതിൻ്റെ സെൻറ്ററിൽ. അതെന്തായിരിക്കും എന്നറിയില്ല, ഒന്ന് പോയി നോക്കാൻ പറ്റുമെങ്കിൽ പോവാം. ഈ ഭാഗങ്ങളിലൊന്നും ആരുമില്ല കേട്ടോ. കോട്ടയിലേക്ക് പോകാനുള്ള വഴി മരം കൊണ്ടുള്ളതൊക്കെ നശിച്ച് കിടക്കുകയാണ്. കാക്കകളും മറ്റെന്തോ ജീവികളുള്ള സ്ഥലമാണ്. ഇവിടേക്ക് ആൾക്കാരൊന്നും വരുത്തില്ല എന്നാണ് തോന്നുന്നത്. ഇവിടുന്ന് ഇത് അടിപൊളി ഒരു പള്ളി കാണുന്നുണ്ട്. സിറ്റീൻ്റെ
കാഴ്ചകൾ ഇത് അവിടുന്ന് നമുക്ക് കാണാൻ പറ്റും. പണ്ടത്തെ കോട്ടൻ്റെ വ്യൂ നോക്കിയിരുന്ന സ്ഥലം. ഈ ഹൈറ്റിൽ നിന്ന് നമ്മളെ എല്ലാ ഭാഗത്തേക്കുള്ള വ്യൂ കിട്ടും എന്നതാണ് പണ്ട് കോട്ട ഉണ്ടാക്കുന്ന പോലെ നമ്മളെ നാട്ടിലും ടിപ്പു സുൽത്താൻ്റെ കോട്ടയും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ ഉണ്ടായിരുന്നത് പോലെ തന്നെ കേട്ടോ. ഇവിടുന്ന് നമ്മളിങ്ങനെ നടന്നിങ്ങനെ പോവാണ്. അപ്പോൾ ഇവിടെ ആൾക്കാരും കാണാണ്ടാകുമ്പോൾ നമുക്കൊരു പേടിയാണ്. ഇത് ഡ്രൈ ആയ മരമാണെങ്കിൽ പോലും ഐസ് വീകുമ്പോൾ ഒരു പ്രത്യേക രസമുണ്ട് കേട്ടോ. ഈ ഐസ് കാലമായതുകൊണ്ടാണ് ഇതിന് ഇങ്ങനെ ഈ രീതിയിലായി പോകുന്നത്. ഇലകളൊക്കെ ഇല്ലെങ്കിൽ നല്ല പച്ചയിൽ കാണുന്നതാണ്. ആ മരങ്ങളൊന്നും നശിച്ചിട്ടില്ല തണുപ്പ് കാലത്ത്. വിസിറ്റേഴ്സ് ഉള്ള സമയത്തേക്കുള്ള ബോർഡൊക്കെ ഇവിടെ കാണുന്നുണ്ട്. പക്ഷേ വിസിറ്റേഴ്സിന് ഇവിടെ ആരും കാണുന്നില്ല. വെറുതെ ഡ്രോൺ ക്യാമറ എടുക്കരുത് എന്നുണ്ട് ഇവിടെ. ഡ്രോൺ ക്യാമറ ഇവിടെ ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ പണ്ട് ലോകത്തെ നിയന്ത്രിച്ച ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ ഒരു ഭരണസിരാ കേന്ദ്രത്തിൻ്റെ അധപ്പതനോ നാശമോ എന്താ ഇപ്പോൾ പറയാം, അതിൻ്റെ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് കേട്ടോ. ഇവിടെ ഇത് മെയിൻറ്റെയിൻ ചെയ്യാതെ ഈ രീതിയിൽ നശിച്ച് നിൽക്കുകയാണ് കാണുന്നത്. ഇതിൻ്റെ ഇടയിൽ ഒരു ഗ്ലാസിൻ്റെ ഒരു സംഭവം കാണുന്നുണ്ടല്ലോ. ഓ, ഇവിടെ ഒരു കഫ്റ്റീരിയ ഉണ്ടാക്കിയിട്ടുണ്ടാകുമെന്ന് തോന്നുന്നു. അതാണല്ലോ അവരെ മെയിൻ പരിപാടി. മസഡോണിയയുടെ 3 കൊടികൾ നമ്മളിവിടെ കാണുന്നുണ്ട് കേട്ടോ. ഈ കോട്ടയിൽ നിന്നിട്ട് ഇതാ നമുക്ക് മസഡോണിയ നഗരത്തിന് മസഡോണിയയിലെ സ്കോപ്ജെ നഗരത്തിനെ കാണാം കേട്ടോ. നഗരത്തിനെ കാണാനുള്ള ഒരു ചാൻസാണ്. ഒരു നഗരത്തിൻ്റെ നടുവിലാണ് ഈ സാധനം കിടക്കുന്നത്. സ്കോപ്ജെ എന്ന് പറഞ്ഞ നഗരം കിടക്കുന്നത് ഇതിനെ ചുറ്റിയിട്ടാണ്. നമ്മൾ എവിടേക്ക് നോക്കിക്കഴിഞ്ഞാലും സിറ്റികളാണ് ഇതിൻ്റെ ചുറ്റും കാണുന്നത്. നടുവിൽ മാത്രം ഈ ഒരു പഴയ കോട്ട നിലനിൽക്കുകയാണ്. ഇവിടുത്തെ കാഴ്ചകൾ ഇതാ ഓരോരോ വീടുകളും നമ്മൾ അവിടെ നിന്ന് കണ്ടതിനെക്കാട്ടി അടിപൊളി കാഴ്ചകളാണ് നമുക്ക് ഇതിൻ്റെ മുകളിൽ വരുമ്പം ഈ സിറ്റീനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ മസഡോണിയയിലെ കോട്ട. അവിടെ പക്ഷികൾ പറക്കുന്നുണ്ടോ? അതൊരു സ്റ്റേഡിയം കേട്ടോ. ആ സ്റ്റേഡിയം നമുക്ക് ഒന്നിച്ച് നല്ലതായിട്ട് കാണാം. പക്ഷികൾ കൂട്ടമായിട്ട് പറക്കുന്നത്. ഈ പക്ഷികൾക്ക് ഈ തണുപ്പൊന്നും പ്രശ്നമില്ല എന്നാണ് തോന്നുന്നത് കേട്ടോ. ആ പള്ളി ഈ കോട്ടയായിട്ട് നല്ല ബന്ധമുള്ളതായിരിക്കും കേട്ടോ. അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് എന്തായാലും ഒന്ന് പോവാം. നമുക്ക് ആ പള്ളീനെ പറ്റിയിട്ട് കൂടി നമുക്കറിയാം ചരിത്രങ്ങൾ. ഇവിടെ നിന്ന് നമ്മൾ കാണുന്ന കാഴ്ച കേട്ടോ. ഇതൊരു നമ്മൾ ആ സ്റ്റേഡിയമാണ്, ഇവിടുത്തെ വലിയ ഫുട്ബോൾ സ്റ്റേഡിയമാണ് കാണുന്നത്. അതിൻ്റെ മുകളിൽ ഐസ് വീണ് കിടക്കുക കേട്ടോ. കുറേ കിളികളും കാണുന്നുണ്ട്. പിന്നെ ഇത് പുതിയ ഹോട്ടൽ പോലത്തെ ബിൽഡിങ്ങുകളാണ് വന്നിരിക്കുന്നത്. ഇതാ നദിക്കരയിലാണ് കേട്ടോ. നമ്മൾ പറഞ്ഞ ആ നദിക്കരയിലാണ്. ഇത് പുതിയ ബിൽഡിങ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മസഡോണിയൻ്റെ പുതിയ മുഖച്ഛായ തന്നെ മാറും എന്ന രീതിയിലാണ് ഇപ്പോൾ ഇവിടുത്തെ ഡെവലപ്പുകളൊക്കെ കാണുമ്പോൾ മനസ്സിലാവുന്നത്. മുമ്പുണ്ടായിരുന്ന മസഡോണിയയുടെ എല്ലാ ചരിത്രങ്ങളും തുടർന്നും ഇവർക്ക് നിലനിർത്താൻ പറ്റും എന്നതാണ് ഇപ്പോഴത്തെ ഡെവലപ്മെൻറ്റിൽ കാണുന്നത്. പക്ഷേ ഇവിടുത്തെ ഭരണകൂടങ്ങൾ വളരെ എപ്പോഴുള്ള ഭരണകൂടമായാലും അഴിമതി വളരെയധികം ലോകത്തിൽ തന്നെ എണ്ണപ്പെട്ട അഴിമതിയുള്ള ഒരു ഭരണകൂടമായിട്ടാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ നേരെ ഓട്ടോമൻ കാലഘട്ടത്തിലെടുത്ത 500 വർഷം പഴക്കമുള്ള ഒരു പള്ളിയിലേക്കാട്ടോ. ഇവിടെ റോമാക്കാരും അലക്സാണ്ടർ ദ ഗ്രേറ്റും ഓട്ടോമനും ഭരിച്ചിരുന്ന സ്ഥലമാണ്. പക്ഷേ ആ പള്ളി ഉണ്ടാക്കിയത് ഓട്ടോമൻ കാലഘട്ടത്തിലാണ്. 500 വർഷം പഴക്കമുള്ളതാണ്. അങ്ങോട്ടേക്കാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഈ പള്ളീൻ്റെ അകത്തേക്കുള്ള ഡോറൊക്കെ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മുല്ല അബ്ദു ഹിപ്തി എന്ന് പറയുന്ന ഓട്ടോമൻ്റെ കാലത്തുള്ള വലിയൊരു മനുഷ്യനുണ്ടാക്കിയ ഒരു പള്ളിയാണെന്നാണ് പറയുന്നത്. വലിയൊരു ബിസിനസ്മാനായ അയാളെ ഓർമ്മയ്ക്കുള്ള പള്ളിയാണ്. പക്ഷേ പള്ളി തുറന്നതായിട്ട് കാണുന്നില്ല. ഇവിടെ പല പള്ളികളും ആ സമയത്ത് ചില പള്ളികൾ തുറക്കുന്നുണ്ട്, ചില പള്ളികൾ തുറക്കുന്നില്ല. പക്ഷേ ഇത് ചരിത്രത്തിൽ ഇടം നേടിയ, ഓട്ടോമൻ്റെ കാലത്ത് ഇടം നേടിയ ഒരു പ്രധാനപ്പെട്ട പള്ളിയാണ് കേട്ടോ. ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പോലീസ് വന്ന് പാസ്പോർട്ട് വെച്ചു പോലെ വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞു. എല്ലാത്തിലും ഭയങ്കര സ്ട്രിക്റ്റാണ് കേട്ടോ ഇവർ. അപ്പോൾ നീ ഇങ്ങനെ ഒരുപാട് യാത്ര ചെയ്യുന്ന ആൾ എന്താണ് ഇവിടെ ഇതിൽ കൂടെ നടക്കുന്നതെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ യൂട്യൂബറാണ്, അതിനെക്കൊണ്ടാണ് ഇതിൻ്റെ കൂടെ നടക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മൾ ആ മസ്ജിദിൻ്റെ മറ്റൊരു സൈഡ് കേട്ടോ. മറ്റൊരു വ്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടത്. ഇവിടെ ഇങ്ങനെ ഫുട്പാത്തിൻ്റെ മുകളിൽ വാഹനങ്ങൾ നിർത്തിയിടും കേട്ടോ. ഇതാണ് പാർക്കിങ്. ഫുട്പാത്ത് അതിന് കറക്റ്റായിരിക്കും. ഇവർ നേരെ കയറ്റിയിട്ട് പാർക്കിംഗ് ആക്കി വെച്ചിട്ട് നേരെ അതിൻ്റെ ആ ഒരു സാധനം റെഡിൻ്റെ സാധനമില്ല അതങ്ങനെ വെക്കുകയും ചെയ്യാം. അങ്ങനെ ഫുള്ളായിട്ട് പാർക്കിങ് ചെയ്യാം. ഇത് ഇവിടുത്തെ പള്ളീൻ്റെ വലിയ പള്ളീൻ്റെ കണ്ടങ്ങൾ
ഓട്ടോമൻ്റെ കാലത്തുള്ളതാണ്. കല്ലുകൾ ഉപയോഗിച്ച് കണ്ടങ്ങൾ ഇഷ്ടിക വെച്ചിട്ട് നമ്മളെ ചെങ്കല്ല് പോലത്തെ ഒരു പ്രത്യേക കല്ലാട്ടോ. അത് വെച്ചിട്ട് നമ്മളെ നാട്ടിലെ നമ്മളെ പണ്ടത്തെ തറവാട് കെട്ടി ചെങ്കല്ലിൽ ഉണ്ടാക്കുന്നത് പോലെ അടിച്ചുണ്ടാക്കിയതാണ്. എത്രയോ വർഷങ്ങൾ, 500ഓളം വർഷങ്ങൾ പഴക്കമുള്ള ഒരു മസ്ജിദാണ് കേട്ടോ. അതിൻ്റെ ഡിസൈനാണ് നിലനിൽക്കുന്നത്. അങ്ങനെ നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. നമ്മളിവിടുത്തെ കാഴ്ചകൾ ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഇവിടുത്തെ നമ്മളെ മസഡോണിയ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. നമ്മുടെ ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. ബൈ. ഡിസ്കഷൻസൊക്കെ നടന്നു. അങ്ങനെ നാളെ ഞാൻ കൊസോവോയിലേക്കുള്ള യാത്രയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടായിരിക്കുന്നു. അടുത്ത വീഡിയോ കാണും വരെ ബൈ.